സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വെയിലായിരുന്നു. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെതായ ജാഗ്രതകൾ പാലിക്കണം. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് മഴയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഞാനിങ്ങനെ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷീജ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് മഴ പെയ്യുമോ അതോ പെയ്യാതിരിക്കുമോ? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? മഴ പെയ്യൂ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനു. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പതിവായി പറയുന്നത് പോലെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും മുന്നറിയിപ്പില്ലാത്ത തിരുവനന്തപുരം ജില്ലയിൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ ഒരു ഏകദേശം ഉച്ചവരെ കനത്ത വെയിൽ ആണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടുകൂടി ചെറിയ തോതിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ്. ഇന്ന് പുലർച്ചെയും ചെറിയ തോതിൽ മഴ പലയിടങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അറിയിപ്പ്, അതായത് അലർട്ടുകൾ ഉള്ളത് 7 ജില്ലകളിലാണ്. 7 ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്നത് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നമുക്കറിയാം മുന്നറിയിപ്പ് വരുന്നതിന് മുന്നോടിയായി തന്നെ അതാത് ജില്ലകൾക്ക് നൽകാറുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അത് ആ രീതിയിൽ തന്നെ നൽകിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഈ മുന്നറിയിപ്പ് ഇല്ലാത്ത ജില്ലകളിൽ പോലും ഏതെങ്കിലും തരത്തിൽ മഴ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായും അതോടൊപ്പം തന്നെ മ്യാൻമാറിന് മുകളിലായും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൂടിയാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ മഴ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കാൻ കാരണം എന്നുള്ളതാണ് പറയുന്നത്. 2 ചക്രവാത ചുഴിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത 7 ദിവസം വരെ മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ പറയുന്നത്. ഏതായാലും മറ്റ് മത്സ്യബന്ധനത്തിൻ്റെ നിരോധനം ആ രീതിയിലൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ മഴയുടെ തോത് ഏത് രീതിയിൽ കൂടാനാണോ സാധ്യത എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് 10 മണിക്ക് വരുന്ന അലർട്ടിലായിരിക്കും കൂടുതൽ വ്യക്തമാകുക. ഏതായാലും മഴ സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് മനു. ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് കാലാവസ്ഥയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അപ്പോൾ 7 ദിവസത്തേക്ക് മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ആ മുന്നറിയിപ്പ് ഒന്ന് മനസ്സിൽ വച്ചേക്കണം. എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനൊക്കെ ആയി ഇറങ്ങുമ്പോൾ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലുള്ളവർ ഒന്നുകൂടി ഒന്ന് ജാഗ്രത പാലിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 10 മണിക്കൊരു പുതിയ അലർട്ട് വരും. അതിലറിയാം കാലാവസ്ഥയുടെ ഒരു പോക്ക് എങ്ങനെയാണെന്നുള്ളത്. തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷീജ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. രാവിലെ മുതൽ ഉച്ചവരെ വെയിൽ, ചില ഘട്ടങ്ങളിൽ വെയിലങ്ങ് മാറി ഒരു മൂടൽ വരും. പക്ഷേ മഴ പെയ്യില്ല. വൈകുന്നേരമാകുമ്പോൾ, രാത്രിയാകുമ്പോൾ മഴ പെയ്യും. ഇന്നലെ രാത്രിയിലും ചെറിയ തോതിൽ മഴയൊക്കെ പെയ്തിരുന്നു.